സ്റ്റോപ്പ് ഉണ്ട്. കൈ നിൽക്കണം. കൈ നിർത്തും. 1. ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ രാവിലെ ഒരു 6 മണി ഒക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും ഞായറാഴ്ച ദിവസം സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസം എല്ലാവരും കിടന്നുറങ്ങാനാവില്ലേ മിക്ക ദിവസം എല്ലാവരും ശ്രമിക്കൽ. പക്ഷെ ഞാനിതാ ഞായറാഴ്ച ആയപ്പോൾ ഇതാ നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്തെ എണീക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലച്ചുമോൾക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ എണീറ്റത്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കിന് ഇവിടെ നിന്ന് ഇറങ്ങണം. ഒരു 8-8:30 ആകുമ്പോഴേക്കിന് ഡാൻസ് ക്ലാസ്സിന് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ എണീറ്റത്. രാവിലത്തെ ചായയും കടിയും അതുപോലെ തന്നെ കുളിയും അലക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് പോവൽ. പിന്നെ വന്നിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മടി പിടിച്ചുള്ള കാര്യമാണ്. ഇപ്പോൾ അലക്കിയ തുണിയായാലും ഉണക്കിയിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ വന്നിട്ട് ഉണക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് ഡാൻസ് ക്ലാസ്സിന് എല്ലാ ഞായറാഴ്ചയും പോവൽ. അപ്പോൾ ഇതാ ദോശ ചുടുന്നുണ്ട്. അതുപോലെ തന്നെ ചട്ടിനിക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ അരച്ച് എല്ലാ പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരുങ്ങി ഞാനും ലച്ചുമോളെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണ്. ഒരു 8 മണി 8:05 ആകുമ്പോൾ ബസ് വരും. അപ്പോൾ ബസ്സിലാണ് ഞങ്ങൾ പോണത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ലച്ചുമോൾക്ക് ബസ്സിൽ കയറാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. കാരണം അവൾക്ക് ബസ്സിൽ കയറിയാൽ ഛർദ്ദിക്കാൻ വരും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ബസ്സിൽ കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്. കാരണം അവളിങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. അങ്ങനെ ഏതായാലും ഇപ്പോൾ ബസ്സിലൊക്കെ പോയിട്ട് അവൾക്ക് അതൊക്കെ ചേലായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവളെ കൂടെയുള്ള ആൾക്കാരൊന്നും ഈ ആഴ്ച വന്നിട്ടില്ലായിരുന്നു. അവർക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ ലച്ചുമോൾ ഇതാ ഒറ്റയ്ക്കാണ് ഇന്നുള്ളത്. ലച്ചുമോൾ ഇതാ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ഉണ്ട്. സ്റ്റോപ്പ് ഉണ്ട്. കൈ നിൽക്കണം. കൈ നിർത്തും. 1 2 3 4. കൈ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലൊരു 10-10:30 ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്യണം. കറി ഉണ്ടാക്കണം, അതുപോലെ തുടക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കാൻ ഇന്ന് മീനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ മീനൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ വേഗം ഏട്ടൻ പോയിട്ട് കുറച്ച് സാമ്പാറിനുള്ള കഷ്ണം കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ സാമ്പാറിന് ആദ്യം തന്നെ പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ അരക്കാത്ത സാമ്പാറാണ്. കാരണം തേങ്ങയ്ക്ക് നല്ല വിലയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തേങ്ങ ഒഴിവാക്കാൻ കഴിയുന്ന അത്രയും കറികളിൽ നിന്ന് ഒഴിവാക്കലാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് നല്ലോണം വെന്തപ്പോൾ ഇതാ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറും കൂടെയാണ് കേട്ടോ ഇത്. കാരണം എല്ലാ സാധനങ്ങളും കുക്കറിലിട്ട് പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടാൽ നല്ല തിക്കായിട്ടുള്ള ഒരു സാമ്പാറും കൂടെ കിട്ടും കേട്ടോ. തേങ്ങ അരക്കണമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സാമ്പാർ വെക്കണതാണ് എല്ലാവർക്കും ഇഷ്ടം. ഓണം, വിഷു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് അധികം തേങ്ങയും കാര്യങ്ങളൊക്കെ അരച്ചെടുക്കൽ. കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോറൊക്കെ തിന്നിട്ടോ. അപ്പോൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഇതാ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ചെറിയ മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നാക്കി മാറ്റി വെച്ച് കുറച്ച് കറി വെക്കാനും ബാക്കി ഫ്രിഡ്ജിലും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഇതാ കുറച്ച് ചക്കരക്കിഴങ്ങും കൂടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പതിവാണ് കേട്ടോ. വൈകുന്നേരം ആയാൽ എന്തെങ്കിലും ഒരു ചായക്ക് കടി എല്ലാവർക്കും നിർബന്ധമാണ്. അപ്പോൾ ചക്കരക്കിഴങ്ങൊക്കെ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ്
ചമ്മന്തി അരക്കാൻ കാന്താരി തേടി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പറമ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് കാന്താരി പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചുമോളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കാണാതെയാണ് ഞാൻ കാന്താരി പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊപ്പം പോന്നാൽ പിന്നെ ഈ മൂക്കാത്ത മുളക് മുഴുവൻ അവർ പറിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ആവശ്യമായിട്ടുള്ള കാന്താരിയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ കാന്താരിമാരുണ്ട് കേട്ടോ. ഒരു 3 or 4 കാന്താരിമാരൊക്കെ ഈ പറമ്പിലുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ആവശ്യമുള്ളപ്പോൾ വന്ന് പറിച്ചെടുക്കലാണ്. കാന്താരി മുളകൊക്കെ പറിച്ചെടുത്ത് വീട്ടിലെത്തി നല്ലൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് മീൻ കറി ഉണ്ടാക്കി. നല്ല മത്തി മീനിട്ട് നല്ല വറ്റിച്ചൊരു കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.